ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം. 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തെങ്കിലും ഈ SIT പ്രത്യേക സംഘം മുന്നോട്ട് വെച്ച തെളിവുകൾ, ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, പ്രധാനമായും കോടതി SITയോട് ചോദിച്ചത് 308 എങ്ങനെ ഈ കേസിൽ ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ റിപ്പോർട്ടുകൾ വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വധശ്രമം ഉണ്ടായി എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതുമായി SITക്ക് രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജസ്റ്റിസ് ഹണിയം വർഗീസാണ് ഈ കേസ് നോക്കിയിരുന്നത്. ജസ്റ്റിസ് ഹണിയം വർഗീസിൻ്റെ കോടതിയിലാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഗൺമാൻമാർക്ക് ജാമ്യം തേടിയുള്ള ഈ അപേക്ഷ പരിഗണിച്ചിരുന്നത്. എന്തായാലും 5 ഗൺമാൻമാർ 5 പേർക്കാണ് ജാമ്യം നൽകിയത്. ഗൺമാൻ ഉൾപ്പെടെ 5 പേർക്കാണ്, അനിൽ കല്ലിയൂർ ഉൾപ്പെടെ 5 പേർക്കാണ് കോടതി ജാമ്യം നൽകിയത്. നമുക്ക് അങ്ങേ അറിയാവുന്ന വിശദാംശങ്ങൾ അനുസരിച്ചിട്ട് ഡിസംബർ ആണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന് പിന്നീട് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഓരോ തവണയും നവകേരള യാത്രയ്ക്കെതിരെയുള്ള ഉണ്ടായ പ്രതിഷേധത്തിനിടെയാണ് ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. നിലവിൽ ആലപ്പുഴ MLA ആയുള്ള AD തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് അന്ന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത്, അതായത് LDF സർക്കാരിൻ്റെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ എടുത്തില്ല, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ UDF സർക്കാർ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങി വെച്ചത് ഈ നടപടിക്രമങ്ങളിലേക്കായിരുന്നു. അന്ന് രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. മുഖ്യമന്ത്രിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അത്തരത്തിൽ, അല്ലെങ്കിൽ നവകേരള യാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നത്. അതേസമയം ഗൺമാൻമാർ ലാത്തിയല്ല ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT കോടതിയെ ബോധ്യപ്പെടുത്തിയാണ്. ദൃശ്യങ്ങളടക്കം, അതായത് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് നേതാവിനെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് SIT കോടതിയെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ഗൺമാൻ അടക്കം 5 പേർക്ക് കോടതി ജാമ്യം നൽകുന്ന, മുൻകൂർ ജാമ്യം നൽകുന്ന, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യത്തിലേക്കാണ് പോയത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.